ശ്രീ അരുൺകുമാർ, താങ്കൾ കൊച്ചിയിൽ ജീവിക്കുന്നയാളാണ്, അവിടെ അഭിഭാഷകനും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ നടത്തുന്നയാളാണ്. അപ്പോൾ ഈ കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ മേയർ ആര് എന്ന ചോദ്യം വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. തീരുമാനം ഉണ്ടായിട്ടില്ല, പല ആലോചനകൾ, അണിയറ നീക്കങ്ങൾ സജീവമാണ് എന്നുള്ളതാണ്. കൊച്ചി കോർപ്പറേഷനെ കുറിച്ച് പറയുമ്പോൾ മികച്ച ഭരണം, ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിച്ച മികവുറ്റ ഒരു ഭരണം 5 വർഷം കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ആര് മേയറാകുമെന്ന് വരുമ്പോൾ അതിനൊരുപാട് ക്രൈറ്റീരിയ, പലതരം സമ്മർദ്ദങ്ങൾ, മുമ്പ് ഞാൻ സൂചിപ്പിച്ച പ്രവണതകൾ UDF രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ സജീവമാണോ? തീർച്ചയായും. ഇപ്പോൾ കൊച്ചിയിലെ ഏറ്റവും മികച്ച ഒരു 5 വർഷത്തെ ഭരണമാണ് ജനങ്ങൾ കണ്ടത്. സാധാരണ മഴക്കാലത്തെല്ലാം ഹൈക്കോടതിയുടെ ഒരു ഇടപെടലും അതുപോലെ തന്നെ കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം പല നിർദ്ദേശങ്ങൾ കോടതി ഉത്തരവ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമെല്ലാം നമ്മൾ നിരന്തരം കാണാറുണ്ട്. ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഇറ്റ് ഈസ് എ കമൻഡബിൾ ജോബ് എന്നതാണ്. കാരണം കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തി അവസാനത്തെ 1-2 വർഷം വെള്ളക്കെട്ട് പോലും ഇല്ലാത്ത, വലിയ മഴ വന്നിട്ടും വെള്ളക്കെട്ടില്ലാത്ത കൊച്ചി ഒക്കെ നമ്മൾ കണ്ടു. അതുപോലെ 10 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന സമൃദ്ധി ഊണും ഷെയ് ലോഡ്ജും അതുപോലെ തന്നെ ചേരിയിൽ കിടന്ന മുഴുവൻ ആളുകൾക്കും ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുത്തതുമെല്ലാം സജീവമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയായതാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ മാസങ്ങൾ ചർച്ച നടത്തിയ ഇവിടുത്തെ മാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം എത്ര മനോഹരമായിട്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ച് പുൽത്തകിടി നിർമ്മിച്ച് ക്രിക്കറ്റ് സ്റ്റേഡിയമാക്കി മാറ്റിയതെല്ലാം നമ്മൾ കാണുകയുണ്ടായി. എന്നത് സൂചിപ്പിച്ചത് വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞ് നമ്മൾ തുടങ്ങിയത് കൊണ്ട് ആണ്. പക്ഷെ എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഒരു രാഷ്ട്രീയ വോട്ടാക്കി മാറ്റാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല. UDFനാണ് ഭൂരിപക്ഷം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ UDF അധികാരത്തിൽ വരുന്ന അല്ലെങ്കിൽ ആരാണ് മേയർ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് വലിയ ചക്കളത്തി പോരാട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. UDFന് തന്നെ തീരുമാനമെടുക്കാം, പക്ഷേ ഇന്ന സഭയുടെ ആൾ വേണം, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ ആൾ വേണം, അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിൻ്റെ ആൾ വേണം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം സജീവമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരാട്ടം നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഏതായാലും കൊച്ചി ഈ വികസന തുടർച്ച കൊണ്ടുവരാനും അതുപോലെ തന്നെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം അത്രയധികം സമാനതകളില്ലാത്തൊരു മുന്നേറ്റമാണ് നടന്നത്. അത് മറ്റ് കോർപ്പറേഷനിൽ ഉള്ളതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ തുടർച്ചയിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. പക്ഷേ ഇപ്പോൾ തന്നെ ചെയർമാൻ്റെ കാര്യത്തിലടക്കം മേയറുടെ കാര്യത്തിലെല്ലാം ഇത്തരത്തിലുള്ളൊരു തർക്കത്തിലേക്കൊക്കെ ഉടലെടുത്താൽ ആദ്യഘട്ടത്തിൽ തന്നെ കിട്ടിയ ഈ മുന്നോക്കം അല്ലെങ്കിൽ ഒരു മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ ഒരു മുൻതൂക്കം അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊച്ചിയിലെ കോൺഗ്രസ് മാറുന്നു, UDF മാറുന്നു എന്നത് തന്നെയാണ് ജനങ്ങൾ ഈ വിഷയത്തിൽ വിലയിരുത്തുന്നത്. അരുൺ, ഈ UDF രാഷ്ട്രീയത്തിൽ, വിശേഷിച്ച് കോൺഗ്രസിൽ ഇതൊക്കെ ഒരു പതിവുള്ള കാര്യമാണ്. പലതരം താല്പര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു വടംവലി ഉണ്ടാകും. ആ വടംവലിക്ക് ഒടുവിലായിരിക്കും ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നവർ തന്നെ വന്നേക്കാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പല ആളുകളും അതിലേക്ക് വന്നേക്കാം. നേതാക്കളുടെ നോമിനേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനം. അതിനിടയിലാണ് ഇപ്പോൾ ലത്തീൻ സഭയുടെ വളരെ പരസ്യമായ ഒരു ഇടപെടലും ഒക്കെ വന്നിട്ടുണ്ട്. UDF രാഷ്ട്രീയത്തിൽ ഇത് നമ്മൾ താഴെത്തൊട്ടും മുകളിൽ വരെയും കാണുന്നതാണല്ലോ. അതെ 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 ഏതായാലും വലിയ നുണപ്രചരണവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലും എല്ലാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിലെല്ലാം വലിയ മുന്നേറ്റം UDF നടത്തിയിരിക്കുന്നു എന്നുള്ള പ്രചരണം, ആ പ്രചരണം 2 ദിവസം അങ്ങനെ കൊഴുപ്പിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസരത്തിലാണ് ഇത്തരത്തിൽ പരസ്യമായിട്ടുള്ളൊരു പോരാട്ടം, അത് മേയർ സ്ഥാനത്തിന് വേണ്ടി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് വേണ്ടി, മറ്റോരോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നടക്കുന്നതും അത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നൊരു സാഹചര്യം നമ്മൾ കാണുകയാണ്. പക്ഷേ ജില്ലാ പഞ്ചായത്തിലെ 7:7 എന്ന രീതി തന്നെയാണ്. അതിലെ വോട്ടിംഗ് ശതമാനം എല്ലാം ഇന്ന് ചില മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ആ വോട്ടിംഗ് ശതമാനം എടുത്തൊക്കെ പരിശോധിക്കുമ്പോൾ വലിയ വ്യത്യാസമില്ല എന്ന രൂപത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 110 നിയമസഭാ മണ്ഡലങ്ങളിൽ കൃത്യമായി ലീഡ് ചെയ്തിരുന്നു കോൺഗ്രസ് എന്നുള്ള വാർത്ത പുറത്തു വരികയും 110 എണ്ണത്തിൽ UDF, 19 എണ്ണത്തിൽ LDF, 11 എണ്ണത്തിൽ BJP എന്ന രൂപത്തിൽ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരു വോട്ടിംഗ് ശതമാനമെല്ലാം നമ്മൾ ചർച്ച നടത്തിയത്. ഇപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവരുന്ന വിവരം അനുസരിച്ച് ആ 110-ൽ നിന്ന് 80-ലേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ വോട്ടിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ UDF മാറിയിട്ടുണ്ട്. 30 സീറ്റ് കുറഞ്ഞിട്ടുണ്ട്.
LDF-നെ സംബന്ധിച്ചിടത്തോളം അന്ന് 19 നിന്ന് 58 ഉയർന്നു എന്നതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് ശതമാനം വെച്ച് തന്നെയുള്ള കണക്ക്. പഞ്ചായത്ത് വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായിട്ടുള്ള വോട്ടാണ്. പക്ഷേ നിയമസഭാ, ലോകസഭാ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ്റെ വോട്ട് വെച്ച് നോക്കുമ്പോൾ അത് ഏകദേശം 68, 72 എന്ന രൂപത്തിൽ തുല്യത്തിനും ഇല്ല നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊക്കെ ഓരോ ദിവസവും കൂടുതൽ വിവരങ്ങളും കണക്കുകളും പുറത്തു വരുന്നത് നമ്മൾ കാണുന്നു. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തോടെ ഏതാണ്ട് 6 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോഴേ ജയിച്ചു കഴിഞ്ഞു എന്ന രൂപത്തിൽ വെല്ലുവിളികളും അതുപോലെ തന്നെ LDF-നെ ആക്ഷേപിക്കലും CPM-നെ ആക്രമിക്കുന്നതുമെല്ലാം തുടരുകയാണ്. ആ തുടരുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ മേയർ സ്ഥാനത്തിനും മറ്റും ഉള്ള പിടിവലികൾ